പഠന സംബന്ധമായിട്ടുള്ള കൗൺസിലിങ്ങിന് ഇരിക്കുമ്പം എപ്പോഴും കേൾക്കുന്നതാണ് എൻ്റെ മകന് അല്ലെ മകൾക്ക് കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. ഒരു മനുഷ്യന് ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ്, അതായത് 11 വയസ്സിന് ശേഷം 20 മുതൽ 30 മിനിറ്റ് ആണ് ഒരു മാക്സിമം ഒരു കോൺസെൻട്രേഷൻ പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പഠിക്കാനിരുത്തുമ്പോൾ ആദ്യമായിട്ട് അവർക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഒരു മണിക്കൂർ ഒരു സബ്ജക്റ്റ് ഒരിക്കലും ഇടാൻ പാടില്ല. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ്. ഇപ്പോൾ ഒരു 7 മണിക്ക് പഠിക്കാനിരിക്കുന്ന കുഞ്ഞാണെങ്കിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് 7 മണിക്ക് ഇരിക്കുന്ന കുഞ്ഞാണെങ്കിൽ 7 മണി മുതൽ 7:25 വരെ ഇംഗ്ലീഷ് കൊടുക്കുക. 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 7:35 മുതൽ അടുത്ത 20 അല്ലെങ്കിൽ 25 മിനിറ്റ് അടുത്ത സബ്ജക്റ്റിനായിട്ട് തിരഞ്ഞെടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ ബ്രേക്സ് എടുത്ത് പഠിക്കാമെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ കുഞ്ഞിന് പഠിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഒന്നും തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ആ സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. മാത്സ് ഒക്കെ പഠിക്കാൻ, മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും പഠിക്കാൻ എപ്പോഴും വെളുപ്പിനെയാണ് വെളുപ്പിനെ സമയമാണ്. ചില കുഞ്ഞുങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത്. ചിലർക്ക് വെളുപ്പിനെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും. എങ്കിൽ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള സബ്ജക്ട്സ് പഠിക്കുമ്പോൾ എപ്പോഴും വെളുപ്പിനെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഒത്തിരി വെളുപ്പിനെ ആകണമെന്നില്ല. ഒന്നുകിൽ ഒരു 5 മുതൽ 5:30 വരെ ഡെയിലി മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഫിസിക്സ് ആണോ ടഫായിട്ടുള്ളത്, ഫിസിക്സിന് വേണ്ടി ആ സമയം മാറ്റി വയ്ക്കുക. 5:30 കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുക, 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. ഒരു 5:35 മുതൽ 6 മണി വരെ. അങ്ങനെ നമുക്കൊരു ദിവസം ഒരു 6:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ സബ്ജക്ട്സും നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ആ കാര്യങ്ങൾ നല്ല തറവായിട്ട് അവരുടെ ബ്രെയിനിൽ അങ്ങ് നിന്നോളും. അപ്പോൾ 1 മണിക്കൂർ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്കായ കൂടി അത്രയും കോൺസെൻട്രേഷൻ ലെവലൊന്നുമില്ല. ഓരോ കുഞ്ഞിൻ്റെയും കോൺസെൻട്രേഷൻ ലെവൽ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ബുക്സ് ഒക്കെ ഇല്ലേ, മാത്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റി ബുക്സ് ഒക്കെ നമുക്ക് ഒത്തിരി ബുക്ക് സ്റ്റോളിൽ നിന്ന് കിട്ടും. അതെടുക്കുക, ഒരു ടൈം സെറ്റ് ചെയ്യുക, എന്നിട്ട് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അവരുടെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലാതെ 1 മണിക്കൂർ 2 മണിക്കൂർ പഠിക്കുന്നു പറഞ്ഞാൽ അവർ പഠിക്കുമോ? ഒരിക്കലുമില്ല. അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ അനുസരിച്ച് മാത്രമാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്.